എനിക്ക് എനിക്ക് നിങ്ങളെ പോലെ ഞാനും ചിരിക്കും അതന്നെ എന്നോടും പറയാറുണ്ട് പലരും സംസാരിക്കുമ്പോ. അത്രയ്ക്കേ ഉള്ളൂ അവർക്ക് വിവരം. വിവരം അത്രേ ഉള്ളൂ. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. യെസ് ഐ ആം ഇൻ ദ സീ. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ചേച്ചിക്ക് എന്ന് തോന്നിപ്പോ? എനിക്ക് നിങ്ങളെ പോലെ ഞാനും ചിരിക്കും അതന്നെ. ചേച്ചിയുടെ റിയൽ ലൈഫിൽ തന്നെ ചേച്ചിയുടെ ഡയലോഗ്സ് പറയാറുണ്ട്. യെസ് യെസ് ഐ ആം ഇൻ ദ സീ. ഇത് പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. ഇല്ല, മറ്റുള്ളവർ ഒരുപാട് പറയാറുണ്ട്, ഞാൻ പറയാറില്ല. ഇല്ല, ചേച്ചി പറയുന്നത് കേട്ടില്ല. ചേച്ചിയുടെ ഡയലോഗ് എന്നെ ആൾക്കാർ ഇത് കോമഡി ആയിട്ട് ഇല്ലേ, കോളേജ് കുട്ടികൾ, ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾ വരെ യെസ് യെസ് ഐ ആം ഇൻ ദ സീ ഇത് പറയാറുണ്ട്. എന്നോടും പറയാറുണ്ട് പലരും സംസാരിക്കുമ്പോ. ചേച്ചി വിചാരിക്കില്ല ദൈവമേ എന്റെ ഡയലോഗാണല്ലോ ഇവര് വെച്ച് കാച്ചുന്നത്. അതെ, ഈ ഡയലോഗ് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് ആ സിനിമ ഓർമ്മ വരും, പിന്നെ ഒരുപാട് സന്തോഷം തോന്നും. അതല്ല, അപ്പൊ എന്താ പറയാ, അത്രത്തോളം ആ ക്യാരക്ടർ അവരുടെ ഉള്ളിൽ കയറി എന്നുള്ളതാണ്. അന്ന് എനിക്ക് സമൂഹ ഗാനമേള ഒറ്റയ്ക്ക് പാടാൻ പറ്റുന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത്രയ്ക്കേ ഉള്ളൂ അവർക്ക് വിവരം. വിവരം അത്രേ ഉള്ളൂ. അത്ര ഇതാണ്. 3ാം ക്ലാസ് വരെ എന്തോ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ എല്ലാം അറിയാന്നുള്ള ഭാവമാണ്. സ്ഥാനത്തൊക്കെ ഇംഗ്ലീഷ് അടിച്ചു വിടുന്നതാണ്. പിന്നെ എന്ത് പറയണമെന്നൊന്നും അവർക്ക് തന്നെ അറിയില്ല. അപ്പൊ അത് തെറ്റാണോ അതോ വരൂ സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാതെ. അടിപൊളി. ഇനി അടുത്തത് കേട്ടോ, ഇത് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഓടുന്ന ഒരു സാധനമാണ്. സത്യം മാത്രമേ ബോധിപ്പിക്കാൻ പാടുള്ളൂ കോടതിയിൽ എന്ന് പറയുമ്പോ ചേച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പാടുള്ളൂ. എനിക്ക് തോന്നുന്നു ആ പടം സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടമാണെന്ന് തോന്നുന്നു, ജയറാമൊക്കെ അഭിനയിച്ച. അതിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോടതി കയറിയപ്പോ അവിടെ നിന്നിട്ട് അവര് പറഞ്ഞു സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കുമെന്നു. ഞാൻ ആ ചേട്ടനോട് തല കുലിക്കാന്ന്. സത്യം മാത്രമേ ബോധിപ്പിക്കാവുന്നു. വീണ്ടും ഞാൻ തല കുലിക്കാം. അപ്പൊ ഇങ്ങനെ കാണിച്ച് കയ്യില് ബുക്ക് ഉണ്ട്. അതിൽ തൊട്ട് പറയണത് ആരോ എന്തോ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അതിൽ തൊട്ടിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി ഇപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഇപ്പൊ ആ സൂപ്പർമാൻ. നമുക്കത് കയറി ശീലമില്ലാത്തോണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു തല കെട്ടി സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് വെച്ചപ്പോ. സിനിമയിലെ കോടതിയല്ലേ നമ്മൾ ഞാൻ അവരുടെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചേച്ചി, ഈ റിയൽ ലൈഫിൽ ഇത്രയും പാവമായിട്ടുള്ള ചേച്ചി, ഹ്യൂമർ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ ഈ ഒരു നമ്മളുടെ എക്സ്പ്രഷൻസും ഈ ഒരു തല കൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ ഇതെങ്ങനെ ഇത് എന്താ പറയാ മൈൽഡ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെ, മോൾഡ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെ? ഞാൻ മോൾഡ് ചെയ്തൊന്നും എടുക്കാറില്ല. എനിക്കപ്പൊ എന്താ തോന്നണ അതാ വരിക, അല്ലാണ്ട് ഉണ്ടാക്കിയൊന്നുമില്ല. അതങ്ങനെ വരുന്നതാണ്. അതല്ലേ ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇനിയിപ്പോ ഞാൻ മറ്റൊരു ഡയലോഗ് പറയാം. ഇതെല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകളും പറയുന്ന, അല്ലെങ്കിൽ ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യുമ്പോ പറയുന്ന ഒരു ഡയലോഗാ, എടാ സുരേഷേ. എന്നിട്ട് ഞാനും വീട്ടിൽ ചോദിക്കുക, സായിച്ചേട്ടനോടൊക്കെ ചോദിക്കാൻ, ഏട്ടാ ഞാൻ അങ്ങനെയാണോ സംസാരിക്കുന്നത്, എടാ സുരേഷ്